ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. ഊഷരഭൂകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുണ്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. ഊഷരഭൂകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുണ്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിടണം. തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ ശപഥം. കേരളയാത്ര കേരളയാത്ര കേരളയാത്ര. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം. കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം. കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. വെറുപ്പു തീണ്ടിയ വൃത്തിൽ ഔഷധം പുരട്ടിടാൻ സ്നേഹം. തിരുത്തണം നാം വർഗീയ ചിന്തകൾ തുടച്ചു മാറ്റിടണം. കേരളയാത്ര കേരളയാത്ര കേരളയാത്ര. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. മനുഷ്യൻ മറ്റെല്ലാ ജീവിയിൽ നിന്നും ഉത്കൃഷ്ട ജീവിയാണ്, ബുദ്ധിജീവിയാണ്, ചിന്തകനാണ്. ഇത്രയും ബുദ്ധിയും ചിന്തയും വിവേകവും ഉള്ള മനുഷ്യൻ എങ്ങനെ അധപ്പതരത്തിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നാം അറ്റം കാണാതെ, കാരണം കാണാതെ ഉഴലുകയാണ്. എങ്കിലും ഒരേ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത്, ധാർമ്മിക ബോധം നഷ്ടപ്പെടുകയും അരാജകത്വത്തിലേക്കും അധർമ്മത്തിലേക്കും അക്രമത്തിലേക്കും മനുഷ്യൻ ചാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് കാണാം. ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം. വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം. വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ. അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ. മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം. ഇവിടെ കേരളയാത്ര ഉന്നയിക്കുന്ന മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശത്തിന്റെ ഒരു
ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതലും ഊന്നാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കേരളം മാറിയതിനെക്കുറിച്ചും കേരളത്തിൻ്റെ സമകാലികമായ പുരോഗമന വികസിത മുഖത്തെക്കുറിച്ചും ഒക്കെ പരാമർശിക്കപ്പെട്ടു. പക്ഷെ കേരളം അങ്ങനെയൊരു മാറ്റത്തിന് വിധേയമായത് മാനവികതയെ ഉണർത്തിക്കൊണ്ട് നടന്ന ഒരുപാട് നവോത്ഥാന സംരംഭങ്ങളിൽ കൂടെയാണ്. മാനവികതയെ ഉണർത്തുന്നു എന്ന മഹാസന്ദേശത്തിന് വീണ്ടും ഒരു പുനരുജ്ജീവനം നൽകപ്പെടുന്നു എന്നതാണ് കേരള യാത്രയുടെ പ്രാധാന്യം. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. കാന്തപുരത്തിൻ സംഘബലത്തിൻ പുതിയ ചരിത്രമിതാ, കാലത്തിൻ വഴിവക്കിലുയർത്തിയ ധീരപതാക ഇതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. ഇരുട്ടുമാറി സൗഹാർദ്ദത്തിൻ വെട്ടമുദിക്കട്ടെ, വിശുദ്ധ ജീവിത വീതിയിൽ ഉജ്ജ്വലഗാഥ പരക്കട്ടെ. ഇരുട്ടുമാറി സൗഹാർദ്ദത്തിൻ വെട്ടമുദിക്കട്ടെ. തീർച്ചയായും നമ്മുടെ നാടിന്റെ ഒരു പുതിയ സാമൂഹ്യ ബോധം വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ സംരംഭം കൊണ്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 10-40 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളിൽ ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരമൊരു സംരംഭം ഇതുപോലെ ഒരു രീതിയിൽ എല്ലാ ജനങ്ങളുടെയും സാഹോദര്യത്തിനു വേണ്ടിയും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ സംരംഭം ആരംഭിച്ചത് തന്നെ യഥാവസരത്തിലാണ്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരങ്ങളെ പോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കുന്ന, ഈ പരിപാടിക്ക് മനസ്സുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എവിടെയാണ് പ്രതികരിക്കേണ്ടത്, എവിടെയാണ് ആശ്വാസം കിട്ടേണ്ടത് എന്ന് അറിയാതെ നട്ടം തിരിയുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഒരു സാന്ത്വനമാണ് മാനവികതയെ ഉണർത്തുന്ന കാന്തപുരത്തിന്റെ ഈ കേരള യാത്ര എന്ന് മനസ്സുകൊണ്ട് ഞാൻ പറയട്ടെ. ഇന്ന് എല്ലാത്തിൻ്റെയും വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ ഈ മനുഷ്യന്റെ ഈ വില ഇടിയുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെതിരെ പടപൊരുതുന്നത്? അതില് പ്രധാന കാരണമായി ഒരു മതപുരോഗതി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനായിട്ട് സാധിക്കും, നമുക്ക് ദൈവത്തെങ്കിലേക്ക് പോകാനുള്ള അകലം വളരെ കുറവാണ്. ദൈവവിശ്വാസം നമ്മളിൽ നിന്ന് പൂർണ്ണമായി അറ്റുപോകുമ്പോഴാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിയാതെ വരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനുഷ്യരാണ്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം നന്മകൾ, സവിശേഷതകൾ ഉള്ള ജീവിയാണ് മനുഷ്യൻ. വിശേഷബുദ്ധി, ചിന്താശക്തി, തിരിച്ചറിവ്, എല്ലാറ്റിലും ഉപരി മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാനവികത, മനുഷ്യത്വം, അത് ഉന്നതമായ നമ്മുടെ സവിശേഷതയാണ്. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയിലും രൂപഭാവത്തിലും സംസാരത്തിലും
ആശയവിനിമയത്തിലും എല്ലാം മനുഷ്യന് പ്രത്യേകതയുണ്ട്. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ സംഗമിതാ സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല. ഈ സുന്നി ആദർശ വ്യൂഹം തുടരുന്ന പടയോട്ടമൂനം തട്ടാതെ ചീറും പ്രവാഹം സ്ഥൈര്യം വിടാ സർവകാലം. സുന്നി വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത യൗവനത്തിന്റെ പ്രസരിപ്പും വൃദ്ധത്വത്തിന്റെ വാർദ്ധക്യമല്ല അനുഭവ സമ്പത്തും. ഇത് രണ്ടും ഇടകലർന്ന അനുഭവ സമ്പത്തിന്റെ പര്യായമായ ഒരു സംഘടിത ശക്തിയാണ്. ഇന്ന് സമൂഹത്തിലെ തിന്മകൾക്കെതിരായി, അനീതിക്കെതിരായി, അധാർമികതക്കെതിരായി, അഴിമതിക്കെതിരായി, കൊള്ളരുതായ്മകൾക്കെതിരായി പൊരുതാനുള്ള മനസ്സാണ് എന്റെ യൗവനമെന്ന് ഏറ്റുവിളിക്കാൻ കഴിയുന്ന മാനവിക മൂല്യം ഈ ജാഥയിലൂടെ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഈ നാട് നിങ്ങൾക്ക് നൽകുന്ന വരവേൽപ്പ്. ആ വരവേൽപ്പിനേക്കാൾ വലുതായി മറ്റൊന്നില്ല. മനസ്സിന്റെ നിശ്ചയദാർഢ്യമാണ് എല്ലാറ്റിനും അപ്പുറം. അതുകൊണ്ട് വൃദ്ധൻ ജാഥ നയിക്കുന്നുവോ യുവാവ് ക്യാപ്റ്റനാകുന്നുവോ എന്നതല്ല പ്രശ്നം. പിന്നെയോ മാനവികത എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുമ്പോൾ തലനരക്കാത്ത യൗവനത്തിന്റെ പ്രസരിപ്പോടെ തലനരക്കുക ഒരു വൃദ്ധത്തിന്റെ അനുഭവ കരുത്തോടെ, ഒപ്പം ദുഷ്പ്രഭുത്വത്തിനെതിരായി മുട്ടുമടക്കാത്ത ശീലത്തോടെ, അഴിമതിക്കെതിരായി, അധാർമികതക്കെതിരായി, അനീതിക്കെതിരായി, അസത്യത്തിനെതിരായി, ഒപ്പം വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിക്കാം. ആ ഒരുമയാണ് മാനവികത എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ. നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ബന്ധമുള്ള ഇസ്ലാമിക ചരിത്രവുമായി ബന്ധമുണ്ട്. ആ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മഹത്തായ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഇത്തരമൊരു കേരള യാത്രക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരത്തെ ഞാൻ ആദ്യമായും അഭിവാദനം ചെയ്യുകയാണ്. ഉണർത്തുപാട്ടിൻ ഈണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിൻ ഈണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ, അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ, മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. പാനൂരിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആരാധ്യനും സ്നേഹനിധിയും
സർവോപരി മാനുഷിക നന്മകളുടെ പര്യായവുമായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പാനൂരിലെ ജനാവലിക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ മനസ്സുകൾ മാനവികതയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മനുഷ്യ മനസ്സുകൾ മാനവീയതയെ സ്നേഹിക്കാൻ കണ്ടൽ കൊണ്ടുകൊണ്ട് സ്നേഹിക്കാൻ കഴിയാതെ വേദനിക്കുന്നൊരു കാലഘട്ടത്ത് ആ വേദനയെ അകറ്റാൻ ഒരു തലോടലിലൂടെ, ഒരു സ്പർശത്തിലൂടെ, വാക്കുകളിലൂടെ സാധിക്കാൻ ഇന്ന് കേരളത്തിന് നിയുക്തമായിരിക്കുന്നത് AP ഉസ്താദ് അവറുകളാണ്. പൊയിലൂർ യൂണിറ്റ് കമ്മിറ്റി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ആംബുലൻസിന്റെ താക്കോൽ ദാന കർമ്മം യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ മഹാനായ ഖബറുൽ ഉലമയെ ഏൽപ്പിക്കുന്നു. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം, മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം, ശാന്തി സുമംഗലുമാർ കാന്തപുരം വരവാ മാനസഭൂമികയിൽ സ്നേഹതുഷാരമാ. ൂകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം, ദേശമിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. ൂകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം, ദേശമിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകളടത്തി മാറ്റിടണം, സൗഹൃദ പൂവൻ പടർത്തുവാൻ ശപഥം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമേ സഹജീവിതേ സമങ്ങൾ വിടട്ടെ. കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്. ശാന്തി സുമംഗലുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. തുരത്തിടും നാമക്രമ ചെയ്തികളറുത്തു മാറ്റിടണം, കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. നാമക്രമ ചെയ്തികളറുത്തു മാറ്റിടണം, കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. ഒരു പുതിയ ഔഷധം പുരട്ടിടാൻ സ്നേഹം തിരുത്തണം, നാം വളർത്തിയ ചിന്തകൾ തുടച്ചു മാറ്റണം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമേ സഹജീവി സ്നേഹ സുമംഗൽ വിടരട്ടെ. കേരള യാത്ര, കേരള യാത്ര, കേരള യാത്ര, കേരള യാത്ര. ശാന്തി സുമംഗലുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. പാട്ടുമായി മനുഷ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പുതിയ സന്ദേശവുമായി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഒരു പുതിയ മുദ്രാവാക്യവുമായി കാന്തപുരം ഉത്സവം നയിക്കുന്ന ഈ കേരള യാത്ര തീർച്ചയായും കേരളീയ മനസാക്ഷി ഉണർത്തുവാൻ ഏറ്റവും പര്യാപ്തമായ സന്ദേശമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഈ യാത്രയുടെ പ്രത്യേകത മനസ്സിലായില്ലെങ്കിൽ സ്റ്റേജ് നോക്കിയാൽ മനസ്സിലാവും.
പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ച് ഒരു സ്റ്റേജിലെത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിജയം. അപ്പോ മാനവികത ഉയർത്തുന്ന ഉസ്താദിന്റെ ഈ കേരള യാത്രയുടെ വിജയം എങ്ങനെ എന്ന് സാധൂകരിക്കുന്നതാണ് മട്ടന്നൂരിലെ ഈ സ്വീകരണം എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. I am very much pleased to attend this program because thousands of people, the disciples of Guruji, are following from my constituency, Coorg and Mangalore. I went to ashram of our Ustadji. He is really a humane. മാനപുരം വരവായി മാനസഭൂമികയിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് വിവിധ മതങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് മാനവികത എന്ന് പറയുന്നത് എല്ലാവർക്കും അവനിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം മറ്റൊരാളെ ഹനിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവർക്കുമുള്ള അവകാശം, തുല്യമായ അവകാശം അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലൊരു പ്രത്യേകത, ഇവിടെ വിവിധ മതങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. AD 52 ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ നൂറ്റാണ്ടിൽ തന്നെയാണ് ഇസ്ലാം മതവും ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഇത്രയധികം മതങ്ങൾ സാഹോദര്യത്തോട് ജീവിക്കുന്ന ഒരു രാജ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ചലനം സൃഷ്ടിക്കുന്ന തരത്തിൽ ആദരണീയനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കേരള യാത്ര മാനവികതയുടെ ഉണർത്തുപാട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കേരള ജനത പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല മാനവികത വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കാനും മതേതരത്വം ഒരു നല്ല മുദ്രാവാക്യമായി ഉയർത്താനും കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തിന് നമുക്ക് ഉണർത്തുപാട്ടിൽ സഹകരിക്കാം. ഇത്രയും നല്ല ഒരു മുദ്രാവാക്യം ഇവിടുത്തെ മുസൽമാന് മാത്രമല്ല ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ബുദ്ധനും ജൈനനും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും എല്ലാം സ്വീകാര്യമായ, ബുദ്ധിയുള്ളവർക്കെല്ലാം സ്വീകാര്യമായ, അനിവാര്യമായ ഒരു പ്രമേയം
വേറെ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം മനുഷ്യൻ മാത്രമാണ് ബുദ്ധി നൽകപ്പെട്ട, ചിന്തയും ബുദ്ധിയും നൽകപ്പെട്ട ദൃശ്യമായ ജീവികൾ. മനുഷ്യരല്ലാത്ത മറ്റു നാം കാണുന്ന എല്ലാ ജീവികളും മനുഷ്യരുമായി വ്യത്യാസമുണ്ട്, മനുഷ്യർ അതുമായി വ്യത്യാസമുണ്ട്. വലഖദ് കറംനാ ബനി ആദം. ഖുർആൻ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തന്റെ സന്താന സന്തതികളെയും നാം പ്രത്യേകമായി ബഹുമാനിച്ചിരിക്കുന്നു. അത് പലതുകൊണ്ടും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായത് ചിന്തയും ബുദ്ധിയും കൊണ്ട് തന്നെയാണ്. അഖ്ല്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് ചിന്തിച്ചെടുക്കാനുള്ള അഖ്ല്, വിവേക ശക്തി, ഇതെല്ലാം മനുഷ്യരെ മാത്രമാണ്. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം. മാനവമോചനകാവ്യം മനമിൽ സാന്ത്വന മന്ത്രം. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. ഊഷരഭൂകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുണ്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. ഊഷരഭൂകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുണ്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിടണം. തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ ശപഥം. കേരളയാത്ര, കേരളയാത്ര, കേരളയാത്ര. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി.